മലയാള സിനിമയിലെ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ. പേര് വിഘ്നേഷ്. സ്വദേശം പത്തനംതിട്ട പന്തളം കുരമ്പാല. മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്തെല്ലാമായിരിക്കും? ഒരു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചാൽ 600 രൂപ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല. തന്റെ അനുഭവം വിഘ്നേഷ് പറയുന്നു. ഞങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൻ്റെ വിഷയമാണ്. കാരണം നമുക്ക് അധ്വാനിക്കുന്ന കാരണം നമ്മൾ കഷ്ടപ്പെടുന്ന പണം നമുക്ക് കിട്ടുന്നില്ല. അത് നമ്മുടെ കൈകളിലോട്ട് വരുന്നില്ല. കൈകളിലോട്ട് വരുന്ന വളരെ തുച്ഛമായിട്ടുള്ള. കാരണം സർക്കാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാർ അടക്കം പറഞ്ഞ കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവർക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ശമ്പളമാണെങ്കിൽ തന്നെ അവർക്ക് നല്ല ശമ്പളങ്ങൾ ഇവിടെയുള്ള മലയാളികളുടെ ശമ്പളം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സിനിമാ ലൊക്കേഷനിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആകെ 600 രൂപയാണ്. ഫ്രീ ആയി ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ ധാരാളം പേരുണ്ട്. മുഖമൊന്ന് സിനിമയിൽ കണ്ടാൽ മതി. ഇങ്ങനെയുള്ളവരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. 600-ന് പകരം 1000 രൂപ പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നോ എന്നായിരിക്കും ഇടനിലക്കാരുടെ മറുപടിയെന്നും വിഘ്നേഷ് പറയുന്നു. ഞാൻ പറയുന്നു എനിക്ക് 1000 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, എന്നാൽ നീ വീട്ടിലിരിക്കും, 1000-ൻ്റെ വർക്ക് വരുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ നമ്മളെ ഒഴിവാക്കത്തുള്ളൂ. പിന്നെ മറ്റൊരാളെ വിളിക്കുവാണെങ്കിൽ തന്നെയും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ആളെ വിളിക്കേണ്ട, അല്ലെങ്കിൽ ആ ഫോട്ടോസ് കൊടുക്കുവാണെങ്കിൽ തന്നെയും ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോസ് കൊടുക്കുവാണെങ്കിൽ തന്നെ പറയും നിനക്ക് 1000 വേണമല്ലോ, അതുകൊണ്ട് നീ 1000-ൻ്റെ വർക്ക് വന്നിട്ടില്ല, നിന്നെ വിളിക്കാമെന്ന് പറയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. 5 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ലൊക്കേഷനിലെത്തിയാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ കാണൂ. മറ്റ് 4 ദിവസം മറ്റ് സിനിമകളിൽ അവസരമുണ്ടോ എന്ന് അന്വേഷിക്കും. ചിലപ്പോൾ പണം പങ്കിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ലോഡ്ജിൽ മുറിയെടുക്കും. ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ മറ്റ് പൊതുസ്ഥലത്തോ രാത്രി ഉറങ്ങേണ്ടി വരും. വനിതാ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇതാണ് അനുഭവമെന്നും വിഘ്നേഷ് പറയുന്നു. നമ്മൾ ദൂരെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം അവർ റൂമൊന്നും തരത്തില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഞങ്ങളെക്കാട്ടിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന ലേഡീസിനും വരുന്നുണ്ട്. അവർക്ക് കാരണം ആ സമയങ്ങൾ രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാനോ അതല്ലെങ്കിൽ എന്തിനാ ഒറ്റ കാര്യം റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടല്ലോ കൂട്ടമായിട്ട്. അതുപോലെ തന്നെ ചിലപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ 3 ദിവസത്തെ ഷൂട്ടുണ്ട്, 4 ദിവസത്തെ 5 ദിവസത്തെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചിട്ട് ഒറ്റ ദിവസത്തെ ഷൂട്ട് ചെയ്തതിന് ശേഷം പറയും ഇനി അത് 2 ദിവസം കഴിയുമ്പം വിളിക്കാം, അത് നിങ്ങൾ പോയേക്കെന്ന് പറയും. കേരളത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരു സംഘടന വേണമെന്നാണ് വിഘ്നേഷിന്റെ ആഗ്രഹം. പരാതികൾ ഉണ്ടെങ്കിലും സിനിമയെ ഉപേക്ഷിക്കാൻ വിഘ്നേഷ് തയ്യാറല്ല. ജൂനിയർ ആർട്ടിസ്റ്റായി ആര് വിളിച്ചാലും സിനിമാ സെറ്റിലേക്ക് ഇപ്പോഴും താൻ ഓടിപ്പോകും എന്ന് തന്നെയാണ് വിഘ്നേഷ് പറയുന്നത്. 600 രൂപ വേതനം പറഞ്ഞാലും ആ വേതനം പോലും കിട്ടാൻ ദിവസങ്ങളെടുക്കുന്നു. ചിലപ്പോൾ ആ 600 രൂപ പോലും കിട്ടുന്നില്ല എന്ന പരാതി കൂടി വെങ്കടേഷ് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.